ചരിത്രത്തെ പല രീതിയിൽ നമുക്ക് എഴുത്തിലും എല്ലാ തരത്തിലും ഉപയോഗിക്കാം. അത് ഫിക്ഷണലൈസ് ചെയ്യാൻ വേണ്ടി ഏത് തരത്തിലും വേണം ഉപയോഗിക്കാം, എങ്ങനെ വേണം മാറ്റിമറിക്കാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളതിനെ മാത്രം മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ചരിത്ര പുരുഷന്മാരെ അതേപടി ഉപയോഗിച്ചുള്ള പല നോവലുകളും വിദേശത്ത് വന്നിട്ടുണ്ട്, സിനിമകൾ വന്നിട്ടുണ്ട്, പല രീതിയിൽ അതിനെ മാറ്റിമറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ ചൂണ്ടക്കാരൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ മീനുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിസരം തന്നെയാണ്. എനിക്കിഷ്ടമുള്ള ഒരു പരിസരമാണ്. ഞാൻ ചൂണ്ടയിടാൻ പോയിട്ടുള്ള ആളാണ്. അതിൻ്റെ ആകാംക്ഷയും വിഷമങ്ങളും എല്ലാം അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ ചൂണ്ടയിടയിൽ ഒരു തരത്തിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധമുള്ളൊരു കാര്യമാണല്ലോ. നമ്മുടെ ഒരു എഴുത്തുകാരൻ്റെ കാത്തിരിപ്പ് പോലെയായത്. അത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് ചൂണ്ടയിടയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. എന്തെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ തൊഴിലാണ് മീൻപിടുത്തം എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി എടുത്താൽ മതി, ഇഷ്ടമുള്ളപ്പം പോയാൽ മതി, ആരും ചോദിക്കാനില്ല. നമുക്ക് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിലില്ല. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമ്മൾ കൊടുക്കേണ്ടിയും വരും. അങ്ങനെ ഒരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ രസം തോന്നി എഴുതിയൊരു കഥയാണത്.